അപ്പോൾ വീട്ടിലൊക്കെ പോയി കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. ഇനി എൻ്റെ ബാഗിലുള്ള മറ്റ് സാധനങ്ങൾ കാണിക്കാവേ. കണ്ടോ, ഒരു ഉച്ചകഞ്ഞി കുടിക്കുന്ന പാത്രം, ഇത് കൊട, ഒരു പൂക്കൊട. സ്കൂളിൽ മഴയൊക്കെ പെയ്ത ടോയ്ലറ്റിലൊക്കെ പോകണമെങ്കിൽ കുട വേണം. പിന്നെ എൻ്റെ ഒരു ബുക്ക്, ഇംഗ്ലീഷിൻ്റെ ഒരു ബുക്ക്. ഇത് എനിക്ക് പുതിയതായിട്ട് കിട്ടിയ മലയാളം ടെസ്റ്റ് പുസ്തകമാണിത്. അപ്പം ഇത് പഠിപ്പിക്കാൻ തുടങ്ങിയില്ല എന്നെൻ്റെ അറിവ്. ഇതുണ്ടോ, EVS പുതിയതാണ്. മലയാളം. ഇത് ടെസ്റ്റാണ്, നോട്ടല്ല, ടെസ്റ്റ് ബുക്ക്. ഇത് ഇംഗ്ലീഷിൻ്റെ ടെക്സ്റ്റ് ബുക്ക്. പിന്നെ എൻ്റെ ഒരു ഡ്രോയിങ് ബുക്കാണ്. അതിൽ ടീച്ചർ എനിക്കൊരു സ്റ്റാർ ഇട്ട് തന്നായിരുന്നു. സ്റ്റാർ ഇവിടെ ഇതുണ്ടോ എൻ്റെ പടം. ഇത് ഏതാ സ്ഥലം എന്നറിയാം? മലങ്കര ഡാമാണ് ഞാൻ വരച്ചത്. പിന്നെ ഇതെൻ്റെ വീടിൻ്റെ മുറ്റെന്ന് പറഞ്ഞ് വരച്ചത്. ഇത് എൻ്റെ സ്വപ്നം, ഒരു ദിവസം ഒന്നും കണ്ട സ്വപ്നം അങ്ങ് വരച്ചങ്ങ് വെച്ച്. പിന്നെ അടുത്തത് ഒരു ഓണമൊക്കെ വന്നപ്പോൾ വരച്ച ഒരു ഓണസദ്യ. പിന്നെ ഞാൻ പഠിക്കുന്നത് ഞാൻ തന്നെ കേട്ടോ. അത് സത്യത്തിൽ അത് കഴിഞ്ഞ മാസം പഠിച്ചത് വരച്ചതാണ്. ഇതുണ്ടോ, ഇതെൻ്റെ വേറെ രണ്ടാമത്തെ സ്വപ്നം. കൊള്ളാമല്ലേ? എന്നാ അറിയില്ല, ഞങ്ങൾ കൂട്ടുകാരികളൊക്കെ നിധി കണ്ടുപിടിക്കാൻ പോവാണ്. പിന്നെ ഇത് നാലാമത്തത് കണ്ടോ, കൊള്ളാമല്ലേ? എന്നാ അറിയോ, വയനാട് ഉരുളുപൊട്ടൽ. ഞാൻ വാട്ടർ കളർ കൊണ്ട് വെച്ച് വരച്ചതാണ്. പിന്നെ ഒന്നുമില്ല, പിന്നെ എഴുതാത്ത കുറേ പേജൊക്കെ ഉള്ളു. പിന്നെ പുറകിൽ കുറച്ച് ഒക്കെ ഉള്ളു. പിന്നെ എൻ്റെ ഇംഗ്ലീഷ് ടെസ്റ്റല്ല, നോട്ട്. എൻ്റെ ഒരു എക്സ്ട്രാ ബുക്കായിരുന്നു തോന്നുന്നു, മാത്സ് ടെസ്റ്റ്. ഇനി എൻ്റെ 2 ലൈനും 4 ലൈനും ഇതാണ്. ഇത് 2 ലൈനും 4 ലൈനും കണ്ടു. ഇത് 2 ലൈൻ, ഇത് 4 ലൈൻ. മലയാളം ടെസ്റ്റ്. ഇതിൽ ടീച്ചർ എനിക്കൊരു സ്റ്റാർ തന്നിട്ടുണ്ടായിരുന്നു. അതിവിടെ ഉണ്ടായിരുന്നു. കാണിച്ചെടുക്കാമോ സ്റ്റാർ വന്നത്? ഇതുണ്ടോ, ഒരു കുഞ്ഞ് സ്റ്റാർ കാണാമോ? ഇതുണ്ടോ ഒരു കുഞ്ഞ് സ്റ്റാർ. അതെൻ്റെ ഒരു സ്റ്റാർ. പിന്നെ ഒരെണ്ണം കൂടെ നന്നാറുണ്ടായിരുന്നു, പക്ഷെ വേഗം കിട്ടുവാണെങ്കിൽ കാണിച്ചു തരാം കേട്ടോ. അടുത്ത പ്രാവശ്യം കാണിച്ചു തരാം. ഇതെൻ്റെ ഡയറി ബുക്കാണ്. എൻ്റെ ഇംഗ്ലീഷ് ഗണിതം നോട്ട് അല്ല, ടെസ്റ്റ് സംസ്കൃതമാണ്. സംസ്കൃതം നോട്ട്, EVS നോട്ട് ബുക്ക്. പിന്നെ എൻ്റെ എന്താ ഒരു ബാർബിയുടെ ഒരു ബോക്സ്. ഇതിനകത്ത് എന്താണ് ബോക്സ്. ഒരു റെഡും ഗ്രീനും മാർക്കർ, ഒരു പേന. ഞങ്ങൾ പേന കൊണ്ടായതാണ്, അതുകൊണ്ട് ഒരു പേന. പിന്നെ ഒരു സ്കെയില്, ഒരു കട്ടർ. റബ്ബർ ഞാൻ നേരത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. റബ്ബർ ഞാൻ ഇതിനകത്ത് വെച്ച് അപ്പുറത്തെ കളറിൽ. പിന്നെ എൻ്റെ ഒരു റൈറ്റിംഗ് പാഡ് കണ്ടോ, യൂണിക്കോണിൻ്റെ ഒക്കെ റൈറ്റിംഗ് പാഡ് കണ്ടോ, യൂണിക്കോൺ പാഡ് ബാർബി കണ്ടോ. കലകളുടെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക കണ്ടോ, കലകളുടെ പടം എന്തിപ്പോൾ എടുക്കൊണ്ടിരിക്കുകയാണ് കണ്ടോ. മോഹിനിയാട്ടം, കഥകളി, ആമുഖം, ഇതൊക്കെ എഴുതിക്കൊണ്ടിരിക്കുക. വാട്ടർ കളർ
ഇറ്റ്സ് മൈ വാട്ടർ കളർ. തുറന്ന് കാണിക്കാം. കണ്ടോ, വാട്ടർ കളറാണിത്. അത് നനഞ്ഞു പോയി. അപ്പം അത് അങ്ങനെ കളറുണ്ട്. കളർ എടുത്തെടുത്ത് കണ്ടോ, എൻ്റെ പുതിയ കളറാണിത്. കണ്ടോ, ഒടിഞ്ഞില്ല. ഒടിയാത്ത നല്ല പുതിയ കളറ്. ഇടയ്ക്ക് തമാശയൊക്കെ പറയും. എൻ്റെ ഹോബിയാണ്. ഇങ്ങനെ ഒരു സ്കെയിലല്ല, ഒരു പെൻസില് കൂടെ ഒരു റബ്ബർ ബാൻഡും ഉണ്ട്. അപ്പം ഞാൻ ഇറങ്ങിയിരുന്നു. പേപ്പറുകളൊക്കെ പറഞ്ഞു. അപ്പം ഇത്രയാണ് എൻ്റെ ബാഗിലുള്ളത്. പിന്നെ നിങ്ങൾ ഈ കല്ല് കാണിച്ചില്ല അല്ലേ? ഇതിൻ്റെ അകത്തൊന്നും ഇല്ല ഗോയ്സ്, കണ്ടോളൂ ഗോയ്സ്. പിന്നെ ഇതിൻ്റെ അകത്ത് ഒരു സാധനം കൂടെ ഉണ്ടായിരുന്നു. അതിപ്പം ഒരു കളറും കൂടെ ഉണ്ട്. ഇതുണ്ട്. അതുപോലെ തന്നെ വേറൊരു നല്ലൊരു കളറ്. എനിക്ക് എക്സ്ട്രാ കളറും കൊണ്ടാണ് ഞാൻ നടക്കുന്നത്. അപ്പം പുതിയൊരു വീഡിയോയുമായി പിന്നെ കാണാം. ബൈ ബൈ.